അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഞാനിങ്ങനെ 2-3 ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ചില ഫോട്ടോകൾ കാണുമ്പോൾ ഞാൻ വല്ലാതെ അത്ഭുതപ്പെടും. കാന്തപുരം ഉസ്താദിനെ കുറിച്ചിട്ടാണ്. ഏത് മുന്നണിയാവട്ടെ, ഏത് സ്ഥാനാർത്ഥിയാവട്ടെ, അവരാദ്യം അനുഗ്രഹം വാങ്ങാൻ വേണ്ടി അവർ ചെന്ന് കാണുന്ന ഒരാൾ കാന്തപുരം ഉസ്താദാണ്. അള്ളാഹു കൊടുക്കുന്നൊരു മഹത്വങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ എത്ര സ്ഥാനാർത്ഥികളാണ് റബ്ബേ കാന്തപുരം ഉസ്താദിൻ്റെ അടുത്ത് ചെന്നിട്ട് അനുഗ്രഹം വാങ്ങിയിട്ട് അങ്ങയുടെ പ്രാർത്ഥന വേണം, അങ്ങയുടെ അനുഗ്രഹം വേണം, ഇതിങ്ങനെ ചെല്ലാൻ മാത്രം. എന്താണ് കാന്തപുരം ഉസ്താദിൻ്റെ ഒരു പ്രത്യേകത? ഞാൻ നോക്കുമ്പോൾ ഒരു കാലത്ത് കാന്തപുരം ഉസ്താദിനെതിരെ വളരെ മോശം ഭാഷയിൽ സംസാരിച്ചിരുന്ന ആളുകൾ വരെ എനിക്ക് കാന്തപുരത്തിൻ്റെ വോട്ട് വേണ്ട, എൻ്റെ വാപ്പാക്കും കിട്ടിയിട്ടില്ല, ഇക്കും കിട്ടൂല എന്ന് എനിക്ക് ഉറപ്പാണെന്ന് തള്ളിക്കളഞ്ഞ മുസ്ലിം ലീഗിൻ്റെ നേതാവ് PK ബഷീർ അടക്കം വളരെ താഴ്മയോട് കൂടിയിട്ട് കാന്തപുരം ഉസ്താദിൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ അള്ളാഹു ആ മനുഷ്യൻക്ക് കൊടുത്തൊരു ഇസ്സത്ത്, കാന്തപുരം ഉസ്താദിന് കൊടുത്തൊരു പ്രതാപം, ഞാൻ അതിനെക്കുറിച്ചാണ് ചിന്തിച്ചത്. ഏതോ ഒരു പള്ളിയുടെ മൂലയിൽ വെറുമൊരു ഉസ്താദായിട്ട് മാറുമായിരുന്ന ഒരു മഹാപണ്ഡിതൻ ഇന്ന് കേരളത്തിലുള്ള മുഴുവൻ രാഷ്ട്രീയക്കാരും അവർ രഹസ്യമായിട്ട് ചെന്ന് കാണില്ല. അവർ രാത്രിയിൽ അങ്ങയുടെ പിന്തുണ വേണം, അങ്ങയുടെ ആളുകൾ വേണമെന്നൊന്നും പറയില്ല. കാന്തപുരം ഉസ്താദിൻ്റെ വാതിലുകൾ എല്ലാവർക്കും വേണ്ടി മലക്ക തുറന്നിട്ടിരിക്കുകയാണ്. ഏത് കാന്തപുരം ഉസ്താദിനെ തെറി പറഞ്ഞ, കാന്തപുരം ഉസ്താദിനെതിരെ വളരെ മോശം ഭാഷയിൽ പറഞ്ഞവരുണ്ട്, നിങ്ങൾ പോന്നോളിയും, ഒരു പ്രശ്നമില്ല. അൽഹംദുലില്ലാ, കേരളത്തിൽ ഇങ്ങനെ ഒരു പണ്ഡിതൻ കാന്തപുരം ഉസ്താദ് അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ കാന്തഭക്തനാണ്, ഞാൻ കാന്തപുരത്തിൻ്റെ ആളോ, ഇതൊന്നുമല്ല, എനിക്കതിന് താല്പര്യമില്ല. പക്ഷെ സത്യം നമുക്ക് പറയാൻ എന്തിനാ മടി? ഞാൻ ചിന്തിച്ചത്, അഡ്വക്കേറ്റ് ഫൈസൽ ബാബു എന്ന് പറയുന്ന ലീഗിൻ്റെ ഒരു സ്ഥാനാർത്ഥിയുണ്ട്, മണ്ഡലമൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹം പരസ്യമായിട്ട് കാന്തപുരം ഉസ്താദിനെ കാന്തമതമാണ് എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ച ഒരാളാണ്. പക്ഷേ അദ്ദേഹം ഇങ്ങോട്ട് കടന്നു വരുന്നു, അനുഗ്രഹങ്ങൾ വാങ്ങുന്നു, മക്കളായിട്ട് പോകുന്നു. PK ബഷീർ വരുന്നു. ഒരു കാലത്ത് മുസ്ലിം ലീഗിൻ്റെ പഴയകാല നേതാക്കന്മാരൊക്കെ പല കാരണങ്ങളാൽ കാന്തപുരം ഉസ്താദിനെ വേട്ടയാടിയിട്ടുണ്ട്, സ്കൂളുകൾക്ക് അംഗീകാരം കൊടുത്തിട്ടില്ല, പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് ആ കാന്തപുരം ഉസ്താദിൻ്റെ അടുത്ത് ഓരോരുത്തർ വന്നിട്ട് പരസ്യമായി വന്ന് അനുഗ്രഹങ്ങൾ വാങ്ങി അവരവരുടെ സോഷ്യൽ മീഡിയയിൽ കൂടെ ഇടുകയാണ്. ഞങ്ങൾ കാന്തപുരം ഉസ്താദിൻ്റെ അടുത്ത് പോയി. ഇനി ഒരു പാർട്ടിയിലും പെടാത്ത ലീഗ് വിമതൻ എന്ന് പറയുന്ന ആളുകളും അവിടെയാണ് ചെല്ലുന്നത്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, പടച്ചോനെ, ഇതൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ. അള്ളാഹു ഈ ഒരു ദുനിയാവിൽ ചില ആളുകളെ അള്ളാഹു ഉയർത്തും. എല്ലാ രീതിയിലും അങ്ങനെ തന്നെ. വിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ട്, തിൽക്കർ റസൂലി ഫദ്ദൽനാ ബഅദഹും അലാ ബഅദിൻ. ചില മുർസലുകളെ ചിലരേക്കാൾ അള്ളാഹു ശ്രേഷ്ഠരാക്കി, ചില ഉസ്താദുമാരെ ചിലരേക്കാൾ അള്ളാഹു ശ്രേഷ്ഠരാക്കി, ചില നേതാക്കന്മാരെ ചിലരേക്കാൾ ഇതെല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. കേരളത്തിൽ എത്രയോ വലിയ മതപണ്ഡിതന്മാരുണ്ട്. ഇപ്പം എന്താ, മറ്റ് ജിഫ്രി തങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ പോയ ഫോട്ടോസുകളൊന്നും വളരെ റയറായിട്ട്, ബൽറാമോ അങ്ങനെ 1-2 ആളുകൾ മാത്രമേ ഇട്ടിരുന്നുള്ളൂ. പക്ഷെ അവരെല്ലാവരും ഒത്തൊരുമിച്ചിട്ടിടുന്ന BJPയുടെ NDയുടെ ആൾക്കാർ മാത്രമേ പോവാത്തതുള്ളൂ. ബാക്കി മുഴുവൻ കാന്തപുരം ഉസ്താദിൻ്റെ ആ മഹത്വം അംഗീകരിക്കുന്ന ആളാണ്. അപ്പോൾ അത് ദുനിയാവിൽ നിന്ന് അള്ളാഹു കൊടുക്കുന്നൊരു മഹത്വമാണ്. ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് ഇങ്ങനെ ഒരു ഉള്ളിലൊരു ചൊറിച്ചിലുണ്ടാവും. ഈ കാന്തപുരം ഉസ്താദിനെ, ഞാൻ കാന്തപുരം ഉസ്താദിനെ പുകഴ്ത്തി പറയേണ്ട കാര്യങ്ങൾ പിന്നെ പുകഴ്ത്തി പറയാതിരിക്കാൻ പറ്റുമോ? ഫഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, ഖുർആനിലുള്ളതല്ലേ, നമ്മുടെ അനുഗ്രഹങ്ങൾ നമുക്ക് തുറന്നു പറയാനുള്ളതല്ലേ. ഇങ്ങനെ എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടുമായിരുന്ന ഒരാൾ, ഒരു കാലത്ത് വേട്ടയാടിയിരുന്ന രാഷ്ട്രീയക്കാർ വരെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്ന് അനുഗ്രഹം വാങ്ങിയിട്ട് അവർ സന്തോഷത്തോട് കൂടിയിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുക. ഒരിക്കൽ പോലും ഉസ്താദ് നോമ്പറക്കാൻ ക്ഷണിച്ചില്ലെങ്കിലും കുഞ്ഞാലിക്കുട്ടി ചെന്നിട്ട് നോമ്പറക്കാൻ പോവുകയാണ്. നോമ്പ് തുറന്ന് കുഞ്ഞാലിക്കുട്ടി ഇടുകയാണ്, എന്നെ നോമ്പറക്കാൻ വിളിച്ചു, ഞാൻ പോയി സന്തോഷം. അവർക്കതൊരു സന്തോഷമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു നേട്ടത്തിലേക്ക് കാന്തപുരം ഉസ്താദ് വളർന്നു വന്നത് ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ്. ഇതൊരു നിമിഷത്തിൽ സംഭവിച്ച ഒരു അത്ഭുതമൊന്നുമല്ല. പല നേതാക്കന്മാരടുത്തും പലരും രഹസ്യമായിട്ട് തെരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോൾ ആ വിഭാഗക്കാരെ കണ്ട് വോട്ട് ഉറപ്പിക്കുന്ന രീതിയൊക്കെ ഉണ്ട്. അതല്ല. കാന്തപുരം ഉസ്താദ് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റോ മെമ്പറോ ഒരു പാർട്ടിയുടെ ആളൊന്നും അല്ലല്ലോ. ഒരു കാന്തപുരം വിഭാഗത്തിൻ്റെ AP വിഭാഗത്തിൻ്റെ അജയ്യനായ നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്നു എന്നുള്ളത് അവർക്കൊരു വലിയ ആശ്വാസമാണ്. പിന്നെ ചില ആളുകളുണ്ട്, ഞാൻ പറയാതിരിക്കാൻ പറ്റൂല, കാന്തപുരം ഉസ്താദിൻ്റെ വിഭാഗം ഇന്ന പാർട്ടിക്കാർക്ക് പിന്തുണ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അവർക്ക് അതിൻ്റേതായൊരു ഒഫീഷ്യൽ രീതികളൊക്കെ ഉണ്ട്. കാന്തപുരം ഉസ്താദിൻ്റെ വക്താക്കളായിട്ട് സോഷ്യൽ മീഡിയയിൽ ചില ആളുകളെ കാണാം.
ഒരു കൂട്ടർ ഇടതുപക്ഷത്തിൻ്റെ ആളുകളാണ് ഞങ്ങളെന്ന രീതിയിൽ ഗംഭീരമായ പരാമർശങ്ങളാണ്. ഞാൻ മുന്നിൽ കണ്ട രണ്ടാളുകളൊന്ന് ജവാദ് മുസ്തഫാവിയും വഹാബ് സക്കാഫി മമ്പാടും. ഇവരുടെ എഴുത്തുകൾ വായിച്ചാൽ കാന്തപുരം ഉസ്താദിനെ കാണാൻ വരുന്ന ആളുകൾ അധിക്ഷേപിക്കുന്ന രീതിയിലൊക്കെ പലപ്പോഴും എഴുതുന്നത് കാണാം. കാന്തപുരം ഉസ്താദിൻ്റെ അടുത്തേക്ക് ഇവർ വരുന്നത് ഉസ്താദ് സ്വീകരിക്കുന്ന ഉറപ്പുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ വന്നവരെ കളിയാക്കാൻ പാടില്ല, വന്നവരെ നമ്മൾ മോശമാക്കി ചിത്രീകരിക്കാൻ പാടില്ല. പക്ഷേ നിർഭാഗ്യകരം ചില ആളുകൾ ഇവരൊന്നും ഉസ്താദിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ ഏൽപ്പിക്കപ്പെട്ട ഒഫീഷ്യലി അധികാരമുള്ള ആളുകളല്ല, ഉസ്താദിനെ സ്നേഹിക്കുന്ന ആളുകളാണ്. ഒരു പക്ഷേ മുമ്പ് അനുഭവിച്ച വേദനകൾ കൊണ്ടാവാം ഇവർ പറയുന്നുണ്ടാവട്ടെ. ഞാൻ അവരെ അധിക്ഷേപിക്കുകയോ കുറ്റം പറയുകയൊന്നുമല്ല. പക്ഷേ ഉസ്താദിൻ്റെ പാർട്ടിയുടെ അല്ലെങ്കിൽ AP വിഭാഗത്തിൻ്റെ പിന്തുണ ഇന്ന പാർട്ടിക്ക് എന്നൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ അതിലെല്ലാ വിഭാഗക്കാരും ഉണ്ട്. എനിക്കറിയാവുന്ന ഒരു വല്ലാത്തൊരു AP കാരൻ കോൺഗ്രസിൻ്റെ വലിയ നേതാവാണ്. എനിക്കറിയാവുന്ന പല AP കാരും ഇടതുപക്ഷക്കാരുണ്ട്, ലീഗുകാരുണ്ട്. ഇന്നയാൾക്ക് ചെയ്യുക ഒറ്റ കാര്യമുള്ളൂ, സമൂഹത്തിന് ഗുണമുള്ള ഒരാൾക്ക് വോട്ട് ചെയ്യാം. അതെപ്പോഴും പറയലുണ്ട്. അതാണ്. പക്ഷേ ഇവർ ഇരുന്നിട്ട് 2 പേര് 3 പേരൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരു ഇടതുപക്ഷ അനുകൂല ഒരു മനോഭാവം ഉണ്ടാക്കുക. ഇപ്പോൾ ഒരു മുഹമ്മദ് അലി കിനാലൂരുണ്ട്, നല്ലൊരു എഴുത്തുകാരനാണ്, മുമ്പ് റിസാലയുടെ ആളായിരുന്നു. മുമ്പൊരു വലതുപക്ഷ ലൈനാണ്. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ 2 കൂട്ടരിങ്ങനെ തല്ലൂടുന്നത് കാണാം. പക്ഷെ കാന്തപുരം ഉസ്താദ് ഇന്നൊരാൾക്കാണ്, ഇന്ന വിഭാഗത്തിനാണ് ഞങ്ങളുടെ പിന്തുണ എന്ന് പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ അതിനെ ചൊല്ലി വലിയ വിവാദങ്ങളുണ്ട്. നമ്മൾ ആ വിവാദങ്ങളിലേക്കും നമ്മൾ കടക്കണ്ട. കേരളത്തിൽ ഒരു മതനേതാവിൻ്റെ അടുത്തേക്ക് ഇത്രമാത്രം സ്ഥാനാർത്ഥികൾ ആർത്തിയോടുകൂടി അനുഗ്രഹം വാങ്ങാൻ പോയിട്ടില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കും. അൽഹംദുലില്ലാ, കാന്തപുരം ഉസ്താദ് അതിനു വേണ്ടി എടുത്തൊരു ശ്രമങ്ങളുണ്ട്. അങ്ങനെ ഒരു വിഭാഗത്തിൻ്റെ നേതാവാകാൻ പണ്ടൊരു കാലത്ത് കാന്തപുരം ഉസ്താദിനെ കുറിച്ച് കേൾക്കാത്ത ആരോപണങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്തൊക്കെ തരത്തിലെ ആരോപണങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും, മനുഷ്യനല്ലേ, ഇതൊക്കെ അതിജീവിച്ചിട്ട് ഇന്ന് സുന്ദരമായിട്ടിരിക്കുമ്പോൾ നമ്മൾ കരുതും ഈ മനുഷ്യൻ ആരാണ്. ഇതിങ്ങനെ മുള്ളുവേലികളിലൂടെ നടന്ന് കാൽപാദങ്ങൾ മുഴുവനും മുറിഞ്ഞ് ഒരുപാട് വേദനകളും ആരോപണങ്ങളിലൂടെയും കൊണ്ടുവന്ന് ആ ആരോപണങ്ങൾക്ക് മേലെ മുഴുവനും തട്ടിത്തെറിപ്പിച്ചിട്ട് സ്വന്തം വിഭാഗത്തിന് അഭിമാനത്തിൻ്റെ ഒരു അജയ്യമായ ശക്തിയാക്കി മാറ്റിയ ഒരു മഹാഗുരുവിൻ്റെ പേരാണ് കാന്തപുരം ഉസ്താദ്. അദ്ദേഹത്തിന് അനുയായാൽ തന്നെ ഗ്രാൻഡ് മുഫ്തി, അങ്ങനെ പല പേരുകളും പറയലുണ്ട്. കേരളത്തിൽ വേറെ ഒരു മതപണ്ഡിതന്മാർക്കോ ഒരു മതനേതൃത്വത്തിനോ അവകാശപ്പെടാനില്ലാത്ത വിധം എല്ലാവരും ആദരിക്കുന്ന, എല്ലാവരും അനുഗ്രഹം വാങ്ങുന്ന വളരെ വലിയൊരു മഹാനാണ് ആര്യ കാന്തപുരം ഉസ്താദ്. അപ്പോൾ ഇൻഷാ അല്ലാഹ്, അപ്പോൾ ഞാൻ ഈ പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് നിങ്ങൾക്ക് ക്ഷമിച്ചേക്കണം. ഞാനങ്ങനെ ഒരു വിഭാഗത്തിൻ്റെ ഒരാളെങ്ങനെ പുകഴ്ത്തിയിട്ട് മറ്റേ വിഭാഗത്തിനെ അങ്ങനെയൊന്നും ഞാൻ അർത്ഥാക്കണ്ട. ഒരു വിഭാഗത്തിൻ്റെ നന്മ നമ്മൾ പറയും, മറ്റേ വിഭാഗത്തിനെ മോശമാക്കി നടത്തില്ലല്ലോ. കാന്തപുരം ഉസ്താദിൻ്റെ അടുത്ത് എല്ലാവരും വന്ന് അനുഗ്രഹങ്ങൾ വാങ്ങുന്നുണ്ട്. ഓരോരുത്തരും അവരെന്നെ ഫോട്ടോ ഇടുന്നുണ്ട്. ആരുടെ മുന്നിലും ഇജി പണ്ടിന്നെ അങ്ങനെ പറഞ്ഞ ആളല്ലേ, ജിന്നെ പണ്ട് കാന്തമതം എന്ന് പറഞ്ഞ ആളല്ലേ, ഇതിൻ്റെ അടുത്തേക്ക് വരില്ല എന്ന് പറഞ്ഞാലല്ലേ, വാതിലടക്കുന്നൊരു സ്വഭാവം ആർക്കില്ല. കാന്തപുരം ഉസ്താദില്ല. അവിടെ എല്ലാവർക്കും ഇനിയിപ്പോൾ BJP വന്നാലും കാന്തപുരം ഉസ്താദ് സ്വീകരിക്കും. BJP വിളിച്ച് വരണ്ട, അങ്ങനെ ഒരു വർത്താനം കാന്തപുരം ഉസ്താദ് പറയൂല. ഇല്ല, അപ്പോൾ ഇന്നാൾ പ്രാർത്ഥന നടക്കുന്ന ഒരു ഫോട്ടോ ഞാൻ കണ്ടു. പ്രാർത്ഥിക്കുമ്പോൾ PV അൻവർ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നുണ്ട്, മുഹമ്മദ് റിയാസ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ വലിയ വിവാദമാക്കിയവരുണ്ട്. കണ്ടില്ലേ, അവർക്ക് ഇസ്ലാമില്ല, ഈമാനില്ല, ദ്വാരക്കണില്ല, ഓരോരുത്തരുടെ വിശ്വാസം പോലെ നടന്നോട്ടെ. ഇവരൊക്കെ ചെന്ന് കയറുന്ന സമുദ്രം ഏതാണ്? കാന്തപുരം ഉസ്താദ്. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തി. ആ അത്ഭുതമാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹു കാന്തപുരം ഉസ്താദിന് ദീർഘായുസ് കൊടുക്കട്ടെ, ആഫിയത്തും ഇസ്സത്തുമുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. നമ്മൾ പ്രാർത്ഥിക്കാം. നിങ്ങൾ കാന്തപുരം ഉസ്താദിനോട് വിയോജിപ്പുള്ളതാണെങ്കിലും ഒരു ഭൗതികമായിട്ടൊരു മനുഷ്യന് കിട്ടുന്ന ഒരു അനുഗ്രഹം തന്നെയാണല്ലോ. അതിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ലല്ലോ. അത് മതി. അപ്പോൾ ഇൻഷാ അല്ലാഹ്, നമ്മൾ ഇന്നലെ ചോദ്യം ചോദിച്ചിരുന്നു, ഈ ഇസ്രായേലിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഏതാണെന്നുള്ളത്, ഹിബ്രു ഭാഷ. നമ്മളിന്ന് ചോദിക്കുന്നൊരു ചോദ്യം, കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഒരു നിർദ്ദേശം വെച്ചു സ്ത്രീകളുടെ പള്ളി പ്രവേശനത്തെക്കുറിച്ചിട്ട്. എന്താണ് മുസ്ലിം സ്ത്രീകളെ പള്ളിയിൽ കയറ്റാത്തത്? അപ്പോൾ അതിന് കൊടുത്തൊരു മറുപടി, കോടതിയിൽ കൊടുത്തൊരു മറുപടി, ചില പള്ളികളിൽ കയറ്റാറുണ്ട്, ചില പള്ളികളിൽ കയറ്റാറില്ല. അതൊക്കെ ഓരോ പള്ളികളുടെ രീതികളാണ്. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, മക്കത്തെ പള്ളിയിൽ സ്ത്രീകൾ കയറാറുണ്ട്, മദീനത്തെ പള്ളിയിൽ സ്ത്രീകൾ കയറാറുണ്ട്, മസ്ജിദുൽ അഖ്സയിൽ സ്ത്രീകൾ, അതൊക്കെ വേറെ വേറെ മറ്റേ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള പ്രത്യേക സ്ഥലമല്ല, പള്ളി തന്നെയാണ് അവരൊക്കെ ഇരിക്കൽ. എന്നാൽ നമ്മുടെ നാട്ടിൽ അങ്ങനെ പൊതുവേ സുന്നികളുടെ പള്ളികളിൽ അങ്ങനെ പള്ളിയിലൊരു സ്പേസ് ഇല്ല. വേറൊരു ഇതിലാണ് എന്തുണ്ടാവുക, സ്ത്രീകൾക്ക് യാത്രക്കാർക്ക് നിസ്കരിക്കാനുള്ള സ്ഥലം ഉണ്ടാവുക. സ്ത്രീകൾ പള്ളിയിൽ ഈ പ്രവേശിക്കുന്നതിന് കോടതി, നമ്മുടെ സുപ്രീം കോടതി പറയുകയാണ്, എന്നാൽ ശബരിമലയ്ക്ക് സ്ത്രീകൾ, പ്രായം കുറഞ്ഞ സ്ത്രീകളും എല്ലാവരും യുവാക്കളൊക്കെ കയറണം എന്ന് പറഞ്ഞ പോലെ നാളെ സുപ്രീം കോടതി ഒരു വിധി വെക്കുകയാണ്, എല്ലാ മുസ്ലിം സ്ത്രീകൾക്കും പള്ളി തുറന്നു കൊടുക്കണം. ഇന്ന് സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ നിലപാട്? ആ ഒരു സുപ്രീം കോടതിയുടെ അങ്ങനെ ഒരു
വിധിയെ നിങ്ങൾ സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ആ ഉത്തരവാണ് നിങ്ങൾ, കാരണം അങ്ങനെ പറയാൻ സാധ്യതയുണ്ട്. കാരണം ശബരിമലയിലെ എല്ലാ സ്ത്രീകൾക്കും പ്രവേശനം വേണമെന്ന് സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായിരുന്നു. അത് നടപ്പിലാക്കാൻ ശ്രമിച്ചത് വലിയ വിവാദമായി, വലിയ പ്രശ്നങ്ങളായിട്ട് മാറി. അങ്ങനെ ഒരു ഉത്തരവ് വന്നിരുന്നു. നാളെ അങ്ങനെ എല്ലാ പള്ളികളിലും സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കണം എന്നൊരു സുപ്രീം കോടതി വിധി വന്നാൽ നിങ്ങൾ അതിനോട് യോജിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.